പത്തനംമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സച്ചിദാനന്ദനാണെങ്കിലും നമ്മളെ കനകയും ഗോവിന്ദനെയും കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കല്യാണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നന്ദുവിനെ ഇഷ്ടപ്പെട്ട് അപ്പോൾ എനിക്ക് കല്യാണം കഴിച്ച് തരുമോ, നിങ്ങൾക്കൊരു എതിർപ്പോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ കല്യാണം കഴിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കനകയ്ക്കും ഗോവിന്ദനൊക്കെ ആണെങ്കിൽ നമ്മളെ CI സാറിൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കനക ചോദിക്കുന്നുണ്ട് കുറച്ച് സംസാരം കൂടുതലാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഗോവിന്ദൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തായാലും ഗോവിന്ദൻ പറയുന്നുണ്ട് അങ്ങനൊന്നുമില്ല, എന്തായാലും നമ്മളെ നന്ദുവിന് പറ്റിയൊരു ബന്ധം തന്നെയല്ലേ, ജോലിയും എല്ലാം കാര്യങ്ങളും അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കനക പറയുന്നുണ്ട് എന്നാൽ ശരി ഞാനെന്നാൽ പോയി ജോത്സ്യനെ ഒന്ന് കണ്ടിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മുഹൂർത്തം കുറിക്കാൻ ബന്ധുക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇതങ്ങ് നടത്താമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ബന്ധം ഇങ്ങോട്ട് വന്നൊരു ബന്ധമല്ലേ, എന്തായാലും ഇത് നല്ല രീതിയിൽ നടക്കുമെന്നൊക്കെ ഇങ്ങനെ കനക ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കനകയാണെങ്കിൽ ജോത്സ്യനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ കനകയാണെങ്കിൽ നന്ദുവിൻ്റെ പേരും ജാതകവും ഒക്കെ ജോത്സ്യൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോത്സ്യൻ പറയുന്നുണ്ട് ഇത് എത്രയും വട്ടം ഞാൻ നോക്കി പറഞ്ഞ കാര്യങ്ങളാണ്, ഇത് തന്നെയല്ലേ ഇപ്പോഴും പറയുന്നത്, ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ഒരുമിക്കത്തുള്ളതെന്ന് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ കനക പറയും ഇല്ല ജോത്സ്യരെ അതെന്തായാലും ശരിയാവത്തില്ല, എൻ്റെ 2 മക്കളെ അവിടെ അല്ലേ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത്, ഇനിയിപ്പം മൂന്നാമതൊരാളെയും കൂടെ അവിടെ കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ അത് ശരിയാവത്തില്ല, അത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് വേറെ അർത്ഥത്തിലേ അത് സംസാരം വരത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജോത്സ്യം പറയുന്നുണ്ട് ഇനി എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഇനി പിന്നെ വേറെ കല്യാണം നോക്കിയാലും ശരി തന്നെ, പക്ഷേ ഇവർ തമ്മിലേ ഒരുമിക്കത്തുള്ളൂ എന്നൊക്കെ ജോത്സ്യം തർപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. ജോത്സ്യം പറയുന്നുണ്ട് നിങ്ങൾ ഇനി എത്ര കാണണ്ടെന്ന് പറഞ്ഞാലും അവരിനി കാണാതിരുന്നാലും ഇനി 2 വർഷത്തോളം തന്നെ അവർ കാണാതിരുന്നാലും ശരി തന്നെ, അവരെ മനസ്സിലുള്ള ഇഷ്ടം അത് പോത്തതുമില്ല, അവർ തമ്മിൽ ഒരുമിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിന് വേണ്ടി ഒരു ജാതകം കുറിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ഈ ജാതകം കുറിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അതിന് ഒരു സംസാരം ആക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളിനി ജാതകം കുറിപ്പിച്ചാലും ശരി തന്നെ അനന്തപുരിയിൽ ആ പയ്യനും മോളുമേ ഒരുമിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളിനി ഇത് നോക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ടിട്ടാണെങ്കിൽ നമ്മളെ കനകയാണെങ്കിൽ ആകെ ഷോക്കായിട്ടിരിക്കുക. നമ്മളെ കനക ചോദിക്കുന്നുണ്ട് അതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത ബന്ധമാണ് ജോത്സ്യരെ, ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ജോത്സ്യം പറയുന്നുണ്ട് എന്ത് പ്രതിവിധി, അതൊന്നും ഒരു ഇതും ഇല്ല, ഇത് നടക്കേണ്ട ബന്ധമാണ്, അത് ദൈവം നിശ്ചയിച്ചിട്ടുള്ള ബന്ധമാണ്, നിങ്ങളൊക്കെ ഇനി ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും അത് നടക്കേണ്ടത് തന്നെ അത് നടക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ കനക ഇങ്ങനെ പറയുന്നുണ്ട് മോക്കാണെങ്കിൽ ഇപ്പം നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട്, മോളെ കൂടെ വർക്ക് ചെയ്യുന്നൊരു പയ്യനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ അവർ നല്ല സുഖമായിട്ട് ജീവിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ ജോത്സ്യം പറയുന്നുണ്ട് അത് നിങ്ങളെ ധാരണയാണ്, അത് ഒരാളെ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അയ്യോ അത് നല്ല മോനാണ് അവർ പാവമാണെന്നൊന്നും നിങ്ങൾ അത് വിലയിരുത്തേണ്ട കാര്യമൊന്നുമില്ല, ചിലപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ട് അത് നിങ്ങളെ ശത്രു തന്നെ ആയി വരാനൊക്കെ ചാൻസ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട് ഇല്ല അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറയുക. കനക പറയുന്നുണ്ട് അങ്ങനൊന്നും ഇല്ല, നല്ല ആളാണ്, എൻ്റെ മോളത് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ല സംസാരമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ ജോത്സ്യൻ എടുത്തടിച്ച് പറയുന്നുണ്ട് സംസാരിച്ച് വീഴ്ത്താൻ ആരെ കൊണ്ടായാലും പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ജോത്സ്യൻ്റെ ഇങ്ങനെ പറയുന്ന വാക്കൊക്കെ കേട്ടുമ്പോൾ നമ്മളെ കനക ചിന്തിക്കുന്നുണ്ട് എന്താ തിരുമേനി ഇങ്ങനെ പറയുന്നത്, എന്ത് കാര്യം വന്നാലും നല്ല രീതിയിൽ ചെയ്തു തരുന്ന തിരുമേനിയാണല്ലോ, പിന്നെ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മളെ കനക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ജോത്സ്യം പറയുന്നുണ്ട്, ജോത്സ്യം കനകയെടുത്ത് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ ഞാനിങ്ങനെ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, പിന്നെ എന്താ ചെയ്യാൻ പറ്റും, നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ അത് കറക്റ്റായിട്ട് പറയണമല്ലോ, പിന്നെ നിങ്ങളിങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഞാൻ എന്താ പിന്നെ പറയേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ജോത്സ്യൻ്റെ വാക്കൊക്കെ കേട്ടിട്ട് നമ്മളെ കനകയാണെങ്കിൽ ആകെ വിഷമത്തോടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. കനക വീട്ടിൽ ചെല്ലുന്ന സമയത്ത് കനകയുടെ മുഖത്ത് ആ വിഷമം കാണുമ്പോൾ നമ്മളെ ഗോവിന്ദൻ ചോദിക്കും എന്താ പറ്റി, എന്താ നിൻ്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പം കനക പറയുന്നുണ്ട് അത് ഗോവിന്ദേട്ടാ ജോത്സ്യൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഈ ബന്ധം ഒരിക്കലും നടക്കത്തില്ല, അനിയും നന്ദുമായിട്ടുള്ള ബന്ധമേ നടക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഈ ബന്ധം നടന്നു കഴിഞ്ഞാൽ ആ ജീവിതം നല്ല രീതിയിൽ പോത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തായാലും ജോത്സ്യൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം എന്തായാലും ഒരു കാരണവശാലും നന്ദു അറിയരുതെന്നൊക്കെ പറയുക. ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തായാലും ഇതിനൊരു തീരുമാനം ദൈവം നമുക്ക് കാണിച്ചു തരാതിരിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഗോവിന്ദനാണെങ്കിലും കനകയാണെങ്കിലും ഈ കല്യാണം നടത്താൻ തന്നെ അവർ തീരുമാനിച്ചിട്ട് അവരിയ്ക്കുകയാണേ. അങ്ങനെ ആ സമയത്താണെങ്കിലും നമ്മൾ നന്ദു ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നന്ദു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ അച്ഛനും അമ്മയും സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കനക പറയുന്നുണ്ട് അതൊന്നുമില്ല, നിൻ്റെ കല്യാണത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും, എന്തായാലും നിൻ്റെ കല്യാണം ഉടനെ നടത്തണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം കനക പറയുന്നുണ്ട് എന്തായാലും നീ ഒരു ജോലിയൊക്കെ ആയിട്ട് മതിയല്ലോ കല്യാണം എന്നൊക്കെ പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ ജോലിയൊക്കെ ആയല്ലോ,
അപ്പോൾ ഇനി നിൻ്റെ കല്യാണം എന്തായാലും എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു ആലോചന, നല്ലൊരു ആലോചന ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ട്. അതിനിപ്പം നീ അറിഞ്ഞുകൊണ്ടാണോ ആ ആലോചന ഇങ്ങോട്ട് വന്നതെന്ന് അറിയാൻ വയ്യല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ നന്ദു ചിന്തിക്കുന്നുണ്ട്, അത് ഞാൻ അറിഞ്ഞിട്ട് ആര് വരാൻ, ഇനി അനിയെങ്ങാനും വരുന്ന ഒന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നന്ദു തന്നെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും അനി വന്നാൽ എന്തായാലും അനി വരാനും ചാൻസ് ഇല്ല, വന്നു കഴിഞ്ഞാൽ എന്തായാലും അമ്മ ഇങ്ങനെ ആയിരിക്കത്തില്ലല്ലോ സംസാരിക്കുന്നതൊക്കെ നമ്മളെ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ കനക പറയുന്നുണ്ട്, അത് വേറെ ആരുമല്ല, നിൻ്റെ ഓഫീസറായ CI സച്ചിദാനന്ദൻ സാറല്ലേ, അങ്ങനെ സാറാണ് ഇവിടെ വന്ന് നിന്നെ കല്യാണം ആലോചിച്ചത്. സാറിന് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പിന്നെ സാറിന് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞങ്ങൾ ആ കല്യാണം നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കനക പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്, ജാതകമൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ നന്ദുവിനൊരു ഷോക്ക് ആവുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾ എന്തായി പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് കനക പറയുന്നുണ്ട്, എന്തായാലും ഈ കല്യാണം ഞങ്ങൾ നടത്താൻ വേണ്ടി തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നന്ദു വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ പിന്നെ സച്ചിദാനന്ദൻ സാറ് വന്ന് എന്നെ കല്യാണം ആലോചിച്ചെന്നോ, അത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും കാര്യങ്ങളും ഇല്ലല്ലോ, ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുമില്ല, ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടുമില്ല, പിന്നെ എന്തിനാ പിന്നെ എന്നെ വന്ന് കല്യാണം ആലോചിക്കുന്നു, അപ്പം അയാളെ മനസ്സിൽ ഇതായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അയാൾ ഇത് മനസ്സിൽ വെച്ചിട്ടാണോ എൻ്റെ അടുത്ത് സംസാരിച്ചതും ഇടപഴകിയതും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് അയാളെ ഇഷ്ടപ്പെടാനൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്ക് എൻ്റെതായ സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളും തീരുമാനങ്ങളൊക്കെ എനിക്കുണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നന്ദു പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്കുണ്ട്, എന്തായാലും അമ്മ ഈ കല്യാണത്തിനെ കുറിച്ച് എന്തായാലും മനക്കോട്ടയൊന്നും അമ്മ കെട്ടേണ്ട കാര്യമില്ല, ഇതെന്തായാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ കനക ചോദിക്കുന്നുണ്ട്, ഈ പിന്നെന്താ മൂത്ത് നരച്ച് ഇവിടെ ഇരിക്കാൻ പോവാണോ എന്നൊക്കെ ഇങ്ങനെ കനക ദേഷ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനകയ്ക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യവും വരുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞ കല്യാണം എന്നൊക്കെ പറയുന്നത് ജോലിയൊക്കെ കിട്ടിയിട്ട് മതിയെന്നൊക്കെ അല്ലേ പറഞ്ഞത്, അപ്പോൾ നീ ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണോ, അതോ ഇനി നിൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്തായാലും ഈ കനക ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തായാലും അത് നടക്കത്തില്ല എന്നൊക്കെ തറപ്പിച്ച് കനക പറഞ്ഞിട്ടാണെങ്കിൽ കനക കയറി അകത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ വന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.